ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. അപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതനുസരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. വലിയ ചർച്ചകൾ, പഴികൾ, സമ്മർദ്ദങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വന്നിരുന്നു സർക്കാരിന്. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിട്ടു. ഈ സ്വകാര്യതയെ ലംഘിക്കാതെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരിക്കുന്ന ദിവസം കോടതിയിൽ നിന്നൊരു നിർണായക ഉത്തരവ് വരികയാണ്. ആ ഉത്തരവ് പുറത്തുവിടുന്നതിന്, ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് കോടതി സ്റ്റേ നൽകുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ വാർത്ത പോലും മാറിപ്പോയേനെ. നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ച്, കാരണം അതൊരു ബോംബാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല. അപ്പോൾ ഇതാരെയാണ് ഈ റിപ്പോർട്ടിൽ ആർക്കാണ് ഇത്ര പേടി? ആർക്കാ പേടി എന്നുള്ളത് പലതരത്തിലുള്ള സംശയങ്ങളിലേക്ക് ഇത് വിരൽ ചൂടുന്നുണ്ട്. ഒന്നാമത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട രേഷ്മ കുറച്ചൊക്കെ വിവരങ്ങൾ ആദ്യം പുറത്തു വന്നിരുന്നല്ലോ. അതായത് മലയാള സിനിമയുടെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് 10-15 ഭീമന്മാരായ ആളുകളാണ്. ലൈംഗിക ചൂഷണം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഒപ്പം വസ്ത്രം മാറുന്നതിന് സംഗതിയിൽ ഷൂട്ട് ചെയ്യുന്നു. ഒപ്പം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച ശേഷം നടക്കുന്ന അതിക്രമങ്ങളും പുലഭ്യം പറച്ചിലും വല്ലാത്ത കൂടുതലാണ്. സ്ത്രീകൾക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്കകത്ത് തുല്യത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു. പോലെയുള്ള കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സീരിയസ് ആയിട്ടുള്ള ചില സംഗതികൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ തുടക്കത്തിൽ പുറത്തു വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, സർക്കാർ ആ ഡീറ്റെയിൽസ് ടേബിൾ ചെയ്തിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷനിലേക്കും പോയിട്ടില്ല. 2019 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ഇത്ര കാലമായിട്ടും അതിന്മേൽ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ വിവരാവകാശ കമ്മീഷൻ വഴി ഇത് പുറത്തുവിടാൻ, ഇതിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലാത്ത മറ്റ് സംഗതികൾ പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമാകുന്നു. ഓക്കെ, ആ നിർബന്ധിതമാകുന്ന സമയത്താണ് ഒരു നിർമ്മാതാവ് എന്ന് അവകാശപ്പെടുന്ന ആൾ കോടതിയിൽ പോയി ഇതിനൊരു സ്റ്റേ വാങ്ങിക്കുന്നത്. അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു, ഇയാൾ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടയാളല്ല, ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണിത്, ഈ സംഗതി പുറത്തു വരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല, വന്നോട്ടെ എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ആരാണ് ഈ നിർമ്മാതാവ്? അയാളുടെ താല്പര്യം എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ താല്പര്യവും സർക്കാരിൻ്റെ താല്പര്യവും ഒന്നാണ്. ഇത് പുറത്തു വരാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ താല്പര്യം. പുറത്തു വന്നാൽ ഇതിന്മേലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും ഇതിന്മേലുള്ള ആക്ഷൻ റിപ്പോർട്ട് എടുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും. സർക്കാർ ഇവയാണ് നമ്മളുടെ ഒത്തുകളിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ അവസാനത്തെ മൊമെൻറ്റിൽ കോടതിയിൽ പോകുന്ന ആളുടെ താല്പര്യം എന്ന് പറയുന്നത് മന്ത്രി സജി ചെറിയാൻ്റെ താല്പര്യവും കൂടിയാണ് എന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. മറ്റൊന്നുമായി ബന്ധപ്പെട്ട് കേട്ടൊരു പ്രധാനപ്പെട്ട സംഗതി, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ സർക്കാർ വെട്ടിക്കളഞ്ഞ ഖണ്ഡികകൾ പലതിനകത്തും അത്ര പേഴ്സണൽ അല്ലാത്ത കാര്യങ്ങൾ കൂടി ഉണ്ട്. ഗവൺമെൻറ് പുറത്തു പോകരുത് എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കൂടി അവർ വെട്ടിക്കളഞ്ഞു എന്നാണ് അത് കേട്ടതാണ്. അത് വെരിഫൈ ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് ഒരു താല്പര്യമില്ലായ്മ ഇതിൽ പ്രകടനം. തുടക്കം മുതൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സർക്കാർ പറയുന്ന മറുപടികളും ഉത്തരങ്ങളും എല്ലാം അത്ര ദഹിക്കാത്തതാണ്. നമുക്കറിയാവുന്ന പോലെ 2017 ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ നടിയെ ആക്രമിച്ച സംഭവം. അതിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് ധീരോദാത്തമായ നടപടി എടുക്കുന്നു എന്നൊക്കെ സർക്കാർ പറയുകയും, രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ വനിതകളുടെ കാര്യം, സിനിമയിലെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ, അവരുടെ തൊഴിൽ സുരക്ഷിതത്വം പോലെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വെക്കുന്നു ഒക്കെ ഇവിടെയാണ്. പക്ഷേ എൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലാണ് സർക്കാരിന് ഈ പ്രശ്നമുള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, WCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഫോം ചെയ്യുന്നു. ആ സംഘടനയാണ് സത്യത്തിൽ ഇത്തരം എല്ലാ കാര്യങ്ങളിലേക്കും, സ്ത്രീ അവകാശം എന്ന് പറയുന്നത് പ്രധാനമാണ്, സ്ത്രീകളുടെ റെമ്യൂണറേഷൻ പ്രധാനമാണ്, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയും മലയാളിയെ ആ കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്താരാണ്? WCC ആണ്. ആ WCCയോട് നമ്മൾ പൊതുവേ ലെഫ്റ്റിനെയൊക്കെയുള്ള പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിലും അല്ലാത്തയിടത്തിലും ട്വിറ്ററിലുമൊക്കെ WCCയെ പിന്തുണയ്ക്കുന്നതാണെങ്കിലും സർക്കാർ പൂർണ്ണാർത്ഥത്തിൽ WCCയെ പിന്തുണയ്ക്കുന്ന ഒരു നിലയെടുത്തിട്ടില്ല എന്ന് കാണണം. അതായത് WCC അമ്മയെ സംബന്ധിച്ച് നിരന്തരമായൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ സംഘമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് CPMൻ്റെ കമൻറ്റ് എന്താണെന്നറിയാമോ? ഈ അമ്മയെപ്പോലെ ഒരു വലിയ പാരമ്പര്യമുള്ള സംഘടനയെ തകർക്കാനുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ബാഹ്യശക്തികളുടെ ശ്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ കുറിപ്പ്. എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമ്മയിലെ താരപ്രഭുക്കളെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ഇടപെടലുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു കൊണ്ടു നടക്കുന്ന ഒരു റൺ ഓർഡറുണ്ട്.
അതിനകത്ത് താരപ്രഭുക്കളുണ്ട്, അതിൽ നിർമ്മാതാക്കളുണ്ട്, നിർമ്മാതാക്കളുടെ കംഫർട്ട് സോണുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതങ്ങനെയാണ് പോകുന്നത്. അപ്പം നാളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങോട്ട് എടുത്തു വെച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് ഈ താരപ്രഭുക്കളായിട്ടുള്ള ആളുകളുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്തേത് നിർമ്മാതാക്കളുടെ ഒരു കംഫർട്ട് സോൺ ചോദ്യം ചെയ്യപ്പെടും. കാരണം സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനം കൊടുത്തും സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സെറ്റിൽ ഉറപ്പാക്കാതെയും പണം ലാഭിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്, ഒരു വ്യവസായമാണ്. ഈ വ്യവസായത്തെ നിലനിർത്തേണ്ട സർക്കാരിൻ്റെ ആവശ്യമാണ്. വ്യവസായത്തിൽ നിന്ന് സർക്കാർ വലിയ തോതിൽ നികുതി വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായത്തെ മുതലാളിയെ ഡിസ്റ്റേബ് ചെയ്യുക, പണം മുടക്കുന്നവനെ, ഫണ്ട് ചെയ്യുന്നവനെ ഡിസ്റ്റേബ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു നവീനാശയം ഒന്നും നടപ്പിലാക്കേണ്ടതില്ല എന്ന് ഗവൺമെൻറ് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒപ്പം ഈ താരരാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരെ ബുദ്ധിമുട്ടിച്ച്, അവർ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇപ്പോൾ AK ബാൽ ഈ വിവാദം ഉണ്ടായതിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ താരാരാധനയെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഒന്ന് ഈ ഐക്കൺസിനെ, ഈ താരപ്രഭുക്കളെ, അവരുടെ ഒരു നേതൃത്വത്തെ നമ്മൾ ഒലയ്ക്കേണ്ട. രണ്ട്, ഒരു ഇൻഡസ്ട്രി നിലയ്ക്ക് കച്ചവടക്കാരായ മുതലാളിമാർ സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടായാലും അവർ ആ ബിസിനസ് കൊണ്ട് നടക്കുന്നു, അതിൽ നമുക്ക് നികുതി കിട്ടുന്നു, അതിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിൻ്റെ നയം. അല്ലാതെ ഇപ്പോൾ സർക്കാരിന് പീഡിപ്പിക്കപ്പെട്ട നടിയോടെന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടോ, സ്ത്രീകളോടാകെ സ്ത്രീകൾ കുറച്ച് പീഡിപ്പിക്കപ്പെട്ടോട്ടെ എന്ന ഒരുതരം നിലപാടുള്ളതുകൊണ്ടും അല്ല. മറിച്ച് സ്ത്രീ അവകാശത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളപ്പോഴും ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും പക്ഷേ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അത് പുറത്തു വരാത്തത്. അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഞങ്ങൾ തള്ളി പറയുകയാണ്, ഞങ്ങൾക്കിത് വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴും അത് വന്നാൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഘം നിർമ്മാതാക്കളുടെ സംഘടനയാണ്. സിനിമാ താരങ്ങളുടെ സംഘടന അതിനകത്ത് ബുദ്ധിമുട്ടും. സർക്കാരിന് ഉറപ്പായിട്ടും സർക്കാരിനോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ഇവരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നു. ആരാണ് ഇതിനെ ഭയപ്പെടുന്നതെന്ന് രേഷ്മ ചോദിച്ചാൽ ഈ 3 സെക്ടേഴ്സിലുള്ള ആളുകളും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ഭയപ്പെടുകയാണ്. ഇപ്പോൾ പാർവതിയെപ്പോലുള്ള ആൾക്കാർ തുടക്കത്തിൽ വലിയ പ്രതീക്ഷയോടെ സംസാരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ സിനിമയിലെ സ്ത്രീ അവകാശത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുന്നത് എന്ന് തനിക്ക് ആശങ്കയുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത് ആ നിരാശയുടെ അതിൻ്റെ പീക്കിലെത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കാത്തവരുടെ കൂട്ടത്തിൽ സർക്കാരുണ്ട്. മറ്റവരുടെ കച്ചവടമാണ്, നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സർക്കാരിനോട്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഭയങ്കരമായ ഒരുതരം നിരാശാജനകമായ പ്രതികരണമാണ് എല്ലായ്പ്പോഴും ഇതിനോട് നടത്തിയിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ്, പുരോഗമന സർക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരൊറ്റ വിഷയം എടുത്താൽ മതി, എത്രമാത്രം ഇരട്ടത്താപ്പാണ് ഇവരുടേതെന്ന് മനസ്സിലാവാൻ. ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ്, പുരോഗമന സർക്കാരാണ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അല്ല, അവർ തന്നെ അവകാശപ്പെടുന്നതാണ്. ഓക്കെ, ഈ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് സർക്കാർ തെളിയിച്ച 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം. അതിനു മുമ്പ് ഈ നടി ആക്രമിച്ച സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൽ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. അതായത് ഈ നടി ആക്രമിച്ച സംഭവത്തിൽ നടി മഞ്ജു വാര്യർ ഒരു പൊതു യോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അമ്മയുടെ തന്നെ യോഗം, അല്ലല്ല, ഇതിലൊരു പ്രതിഷേധ യോഗമാണ്, ഐക്യദാർഢ്യ യോഗം, പ്രതിഷേധ യോഗം, ഐക്യദാർഢ്യ യോഗമല്ല, പ്രതിഷേധ യോഗം. അപ്പോൾ ഇതിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ അന്ന് ഭരിക്കുന്നത് LDF സർക്കാരാണ്, പിണറായി വിജയനാണ് ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ പ്രതികരണം എന്തായിരുന്നു അറിയാം? അതൊന്നും ആവശ്യമില്ല എന്നാണ്. അങ്ങനെ ഇത് ഗൂഢാലോചനയല്ല, പ്രതികളെയൊക്കെ നമ്മൾ പിടിച്ചു, അതിൽ ഗൂഢാലോചന ആവശ്യപ്പെടുന്ന കേസ് അട്ടിമറിക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. അതിനുശേഷം വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ദിലീപിലേക്ക് ഈ അന്വേഷണം പോകുന്നത്. ഓക്കെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നു ഈ പറയുന്ന WCCയുടെ പ്രതിഷേധത്തെ തുടർന്ന്, സമ്മർദ്ദത്തെ തുടർന്നുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് അനുകൂലമായൊരു സർക്കാരാണെന്ന പ്രതീതി ഒന്നാം പിണറായി വിജയൻ സർക്കാർ പുലർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം ശബരിമല പ്രക്ഷോഭമാണ്. അപ്പോൾ ശബരിമല പ്രക്ഷോഭകാലത്ത് സ്ത്രീകളെ അവിടെ കയറ്റണം എന്ന സുപ്രീം കോടതി വിധിയോടൊപ്പം സർക്കാർ നിന്നു. അത് അതിനിശ്ചിതമായ വിമർശനം ഉണ്ടായിട്ട് പോലും അതിനെതിരെ ശക്തമായി നിന്നു. ആ നിന്നിട്ട് തെരഞ്ഞെടുപ്പിൽ അതിന് തിരിച്ചടി ഉണ്ടായപ്പോൾ ആ പാർട്ടിയും സർക്കാരും ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിശക്തമായ പുരോഗമനപരമായ സ്ത്രീ പക്ഷാനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അടുത്ത സർക്കാർ പിന്നോട്ട് പോയി. ഇതിപ്പോൾ 5 വർഷം പൂർത്തിയാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്, അതിൽ നിന്ന് പിന്നോട്ട്. അപ്പോൾ നമ്മൾ ഈ CPM-നെതിരെയും അതുപോലെ LDF സർക്കാരിനെതിരെയും ഉന്നയിക്കുന്ന പല വിഷയങ്ങളിലുള്ള വിമർശനങ്ങളുടെ കാതൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഫലസ്തീൻ വിഷയത്തിലും പൗരത്വ പ്രക്ഷോഭത്തിലും ഈ സർക്കാരും പാർട്ടിയും അതിശക്തമായി നിലനിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായില്ല, തിരിച്ചടിയായി മാറി അങ്ങനെ നിന്നത്. ഇപ്പോൾ ശബരിമല വിഷയത്തിലെടുത്ത തീരുമാനത്തിലും ഇലക്ട്രലി തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചടി ഉണ്ടാകുമ്പോൾ അടുത്ത സർക്കാർ ഈ കാര്യത്തിൽ വാട്ടർ ഡൗൺ ചെയ്യുകയാണ്, വെള്ളം ചേർക്കുകയാണ് നിലപാടുകളിൽ.
എങ്കിൽ ആ നിലപാടിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് മൗലികമായ ചോദ്യമാണ് അതിനോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനു വോട്ട് കിട്ടാൻ വേണ്ടിയാണോ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന നിർണായകമായ രാഷ്ട്രീയ നയങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുകയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം മാറ്റം കൊണ്ടുവരാൻ കഴിയുക പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ്. മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്കോ ഒന്നും മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അതിരൂക്ഷമായ വിവേചനവും പീഡനവും നേരിടുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണല്ലോ ഈ കമ്മീഷൻ വരുന്നത്. എങ്കിൽ അതിന് മാറ്റം വരുത്താൻ ആർക്കാണ് കഴിയുക? അത് WCCക്ക് അല്ല കഴിയുക, അത് അമ്മയ്ക്ക് കഴിയില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ സ്ത്രീ അവകാശ പ്രവർത്തകർക്ക് കഴിയില്ല. ആ മാറ്റം വരുത്താൻ കഴിയുന്നത് സർക്കാരിന് മാത്രമാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടതെങ്കിൽ അവിടെ എടുക്കുന്ന ഒരു നിർണായക തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതേ സന്ദേഹം നമുക്ക് ഈ ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്ന സപ്പോർട്ടുണ്ടല്ലോ. നമ്മൾ തന്നെ ആലോചിക്കും, ഇത്രയും പ്രതിഷേധം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവർ സപ്പോർട്ട് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോബിയിങ് അതുപോലെ സാമ്പത്തിക ലാഭം, ഈ രണ്ട് കാര്യങ്ങളോട് നോക്കുക. ഈ രണ്ടിലും ഒരേ താല്പര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ നിഷാദ് വിശദീകരിച്ചല്ലോ, സിനിമ എന്ന് പറയുന്നത് വലിയ പണം ഇറങ്ങുന്ന, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പണം ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വലിയ പണമാണ്. ഇപ്പോൾ നമ്മൾ നടീനടന്മാരുടെ സാലറി നമ്മൾ പൊളിച്ചു പോകുമല്ലോ. 5 കോടി 10 കോടി 15 കോടി, നമുക്ക് കോടികൾ, ഒരു സിനിമയ്ക്ക് കോടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ കോടികൾക്ക് GST കിട്ടുന്നുണ്ട്. വേറെ പലതരത്തിലുള്ള ഈ ഭരണകൂടവും ഈ സിനിമാ മേഖലയുമായി പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ടാക്സ് കിട്ടുന്നത് മാത്രമല്ല, ടാക്സ് ഇളവും ചെയ്തു കൊടുക്കാറുണ്ട് നടീനടന്മാർക്ക്. പല നടീനടന്മാർക്കും GST വിഭാഗം നോട്ടീസ് അയച്ചു, നിങ്ങൾക്ക് ഈ പടത്തിന് ഇത്ര പണം ആ പ്രൊഡക്ഷൻ കമ്പനി തന്നു, നിങ്ങൾ അതിന് ടാക്സ് അടച്ചില്ല എന്ന് നോട്ടീസ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കെതിരെയുള്ള നടപടി രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ നടീനടന്മാർ ഈ GST ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ വാർഷിക പരിപാടികളിൽ വന്ന് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയും ചെയ്യും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇവർ തമ്മിലുണ്ട്. അപ്പോൾ ഇവരെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ അത് വൃത്തിയായിട്ട് പോകുന്നുണ്ടല്ലോ. സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹിറ്റാവുന്നുണ്ട്, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനു പുരോഗമനവാദിയാവണം എന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്നത്, അതിശക്തമായ പ്രതികരണങ്ങൾ ഇതിനെതിരെ ഉണ്ടാവണം. ഇത് തുറന്നു കാട്ടപ്പെടണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് അത് പുറത്തിറക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് വേണ്ടി തന്നെയാണ് ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആൾ കോടതിയിൽ പോയത്. ആർക്കാണ് മനസ്സിലാവാത്തത്? ഞങ്ങൾ പുറത്തു വിടില്ല എന്ന നിലപാട്, ഇൻഫർമേഷൻ കമ്മീഷന് മുമ്പിൽ പുറത്തു വിടില്ല എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ട് കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ ഒരാൾ പോകണമെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സർക്കാർ താല്പര്യം പിന്നെ ആ പേരുകൾ പുറത്തു വിടാതെ തന്നെ അത് വന്നാലുള്ള കുഴപ്പം എന്താണ്? അത് വന്നാലുള്ള കുഴപ്പം, ഏത് സിനിമ സെറ്റ്, ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാവണം. അവിടെ ഒരു ICC ഉണ്ടാവണം. ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാവണം. അതൊക്കെ വലിയ പാടാണെന്നേ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് സിനിമ ഷൂട്ടിംഗ് നടത്താൻ പറ്റുമോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ സർക്കാർ അത് കേൾക്കും. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഷൂട്ടിംഗ് സെറ്റ് അപ്പുറത്തേക്ക് മാറ്റി, അവിടെ ICC ഉണ്ടാക്കണോ? അതിന് ICC ഉണ്ടാക്കാൻ സ്ത്രീകൾ വേണ്ടേ? ആ സ്ത്രീകളൊക്കെ ഫുൾ ടൈം ICCയുടെ ഭാഗമാണോ? അതൊക്കെ വലിയ പാടല്ലേ എന്ന് ചോദിച്ചാൽ അത് കേൾക്കാൻ സർക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന സർക്കാർ വോട്ടിന് വേണ്ടി പുരോഗമന മുഖം മൂടി അണിയുന്നത് പിന്തിരിപ്പത്തര, റിഗ്രസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അത് പെട്ടെന്ന് എളുപ്പത്തിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു തൊഴിലിടത്ത് സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ പറ്റി, അല്ലെങ്കിൽ അവർ നേരിടുന്ന മനുഷ്യവിരുദ്ധതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അതാണ് ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. കോടതിയുടെ സ്റ്റേ വന്നത് ഇപ്പോഴാണ്. ഇത്രയും കാലം ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തായിരുന്നു എന്നുള്ളതും ചോദ്യമായി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിനെ പുറത്ത് വിടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ്.